ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് ബ്രസീൽ. ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുള്ള യുവതാരമാണ് എൻട്രിക്ക്. ആരാധകർക്ക് പ്രതീക്ഷയുള്ള താരമാണ് എൻട്രിക്ക്. കാരണം മികച്ച പ്രകടനമാണ് ഫ്രഞ്ച് ക്ലബ്ബായ ലിയോണിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏതായാലും ഈ വേൾഡ് കപ്പിലെ കിരീട സാധ്യതകളെ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. അതായത് നല്ല ഫൈറ്റ് നടക്കും, ഞെട്ടിക്കാൻ പാകത്തിലുള്ള ഒരുപാട് ടീമുകൾ ഇവിടെയുണ്ട്, ഒരുപാട് കിരീട ഫേവറേറ്റുകൾ ഇവിടെയുണ്ട്. പക്ഷേ ബ്രസീലിനെ ഒരിക്കലും എഴുതി തള്ളരുത്. കിരീടം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബ്രസീൽ കടന്നു വരുന്നത് എന്നൊക്കെയാണ് എൻട്രിക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വേൾഡ് കപ്പ് കിരീടം നേടുക, അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നത്. മറ്റൊന്നും തന്നെ ഞങ്ങളുടെ മുന്നിൽ ഇല്ല. വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഫേവറേറ്റുകൾ എന്ന നിലയിലും അല്ലാതെയും വേൾഡ് കപ്പ് നേടി പരിചയമുള്ള ടീമാണ് ബ്രസീൽ. ഏറ്റവും മികച്ച സ്ക്വാഡുള്ള ടീമുകളിൽ ഒന്നാണ് ഞങ്ങൾ. പക്ഷേ ഫ്രാൻസ്, സ്പെയിൻ, അർജന്റീന, ജർമ്മനി എന്നിവരൊക്കെ കിരീടത്തിന് വേണ്ടിയാണ് വരുന്നത്. പോർച്ചുഗൽ വളരെ കരുത്തരാണ്. മാത്രമല്ല ഓരോ വേൾഡ് കപ്പിലും ചില സർപ്രൈസുകൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണ ഞെട്ടിക്കാൻ നിരവധി ടീമുകൾ വരുന്നുണ്ട്. സൗത്ത് കൊറിയ, തുർക്കി, മൊറോക്കോ, ക്രൊയേഷ്യ എന്നിവരൊക്കെ കിരീടത്തിന്റെ അടുത്ത് വരെ എത്തിയ ടീമുകളാണ്. അത്തരത്തിലുള്ള ടീമുകൾ ഇത്തവണയും ഉണ്ടാകും. ഇതാണ് എൻട്രിക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രസീൽ കിരീട ഫേവറേറ്റുകളാണ്. കിരീട ഫേവറേറ്റുകൾ അല്ലാത്ത കാലത്ത് പോലും ബ്രസീലിന് വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് എൻട്രിക്ക് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വേൾഡ് കപ്പിന് മുന്നേയുള്ള ബ്രസീലിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നു. 2 സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. പനാമ, ഈജിപ്ത് എന്നിവരാണ് ബ്രസീലിന്റെ എതിരാളികൾ. ആ മത്സരങ്ങളിൽ നെയ്മർ കളിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.